പക്ഷെ പി എസ് സിയുടെ കുറച്ച് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടല്ലോ ഇപ്പോൾ. കുറച്ചധികം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഡിഗ്രി ലെവലിൽ ഫസ്റ്റ് ഡിഗ്രി എഡിറ്റ് പിന്നെ അതിൽ തന്നെ 2 ഭാഗമായിട്ടുണ്ട്. ആ, അത് ആദ്യത്തെ KSFE KSEB, ആ, രണ്ടാമത്തേക്ക് കമ്പനി ബോർഡ് തന്നെ ആ. വെൽഫെയർ ബോർഡ് KSRTC അതൊക്കെ. അത് ജൂനിയർ അസിസ്റ്റന്റ് മാത്രമല്ല, ഇപ്പൊ കമ്പനി ബോർഡിൽ ലാസ്റ്റ് എയ്ഡും വിളിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റ് ലാസ്റ്റ് എയ്ഡ് എന്ന് വെച്ചാൽ ഡിഗ്രി പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ലല്ലോ. അതിനെ പറ്റി പക്ഷെ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ 7ാം ക്ലാസ് പാസ്സായ എല്ലാവർക്കും, ഡിഗ്രി ഉള്ളവർക്കും ഒക്കെ, PG ഉള്ളവർക്കും വീട്ടുകാർക്കും ഒക്കെ ഈ കമ്പനി ബോർഡിന്റെ ലാസ്റ്റ് എയ്ഡിന് വേണ്ടി അപ്ലൈ ചെയ്യാം. ഇവിടെ രാഷ്ട്രീയത്തിന് മാത്രം 2 വേർതിരിവില്ല. അതന്നെ KSFE-ലോ KSEB-ലോ എവിടേക്ക് വേണമെങ്കിലും അതന്നെ ഇതിന്നാണ്. അതന്നെ സെയിം കാറ്റഗറിയിലേക്ക് വേണ്ടി മാത്രമാണ് അത് ഒരു കാറ്റഗറി നമ്പർ ഉള്ളത്. കമ്പനി ബോർഡിൽ രാഷ്ട്രീയത്തിന് പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ KSF-ലൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ പ്രൊമോഷൻ ഡിക്ലെയർ ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ അസിസ്റ്റന്റ് ഗ്രേഡ് 2-ന് വേണ്ടിയിട്ട് എളുപ്പത്തിൽ പ്രൊമോഷൻ വഴി നമുക്ക് ജോലി കിട്ടും. അപ്പോൾ ഡിഗ്രിക്കാർക്ക് ഏറ്റവും എളുപ്പത്തിൽ ലാസ്റ്റ് ഗ്രേഡ് കിട്ടുകയും അതുപോലെ തന്നെ അസിസ്റ്റന്റ് ഗ്രേഡായി മാറാൻ പറ്റുന്ന ഒരു നല്ലൊരു നോട്ടിഫിക്കേഷനാണ് ഈ വന്നിട്ടുള്ളത്. പക്ഷേ ഈ പിന്നോക്ക ക്ഷേമ ബോർഡൊക്കെ ഈ കമ്പനി കോർപ്പറേഷൻ ബോർഡ് പരീക്ഷയിൽ വരും. അതുകൊണ്ട് പിന്നോക്ക വികസന കോർപ്പറേഷൻ, ചെത്ത് തൊഴിലാളി ക്ഷേമ നിധി ബോർഡ്, അങ്ങനത്തെ ഉള്ള കുറേ കോർപ്പറേഷനുകളുണ്ടല്ലോ, അതും ഇതിൽ വിടും. കമ്പനി മോട്ടോർ തൊഴിലാളി അതൊക്കെ ഇതിനകത്ത് വിടും. എല്ലാ കോർപ്പറേഷനും വിടും ഇതിനകത്ത്. ഇപ്പോൾ പിന്നോക്ക ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, ചെത്ത് തൊഴിലാളി കോർപ്പറേഷൻ, ടോഡി വർക്കേഴ്സ് ക്ഷേമനിധി ബോർഡുകൾ, മലബാർ സിമൻസ്, ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ്, പിന്നെ വേറെ ബോർഡുകളിൽ കുറച്ചും കൂടി ഇതെല്ലാം കേരള പോസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഉണ്ട്, അതിൽക്കുണ്ട്. പിന്നെ കെൽട്രോൺ, മലബാർ സിമൻസ് ഇത് പെടുന്നതാണ്. ചരിത്ര വികസന കോർപ്പറേഷൻ, ചരിത്ര അക്കാദമി, അങ്ങനെ ബോർഡുകൾ, കോർപ്പറേഷനുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അങ്ങനെ വലിയൊരു 100ഓളം കോർപ്പറേഷനുകളുടെ ബോർഡുകളൊക്കെ അതിനകത്ത് വിടുന്നുണ്ട്. അതിനകത്ത് ലാഭം ഉണ്ടാക്കുന്നതുണ്ട്, നഷ്ടമുള്ളതുണ്ട്. എങ്കിലും ഈ ജൂനിയർ അസിസ്റ്റന്റും അതേപോലെ തന്നെ രണ്ടും ഒരുമിച്ച് വിളിച്ചതുകൊണ്ട് ലാസ്റ്റ് ഗ്രേഡിനും അപ്ലൈ ചെയ്യാം, ഡിഗ്രി ലെവലിനും എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. പക്ഷേ ബോട്ട് ലാസ്കറിന്റെ വിളിച്ചിട്ടില്ല ഇപ്പൊ. കുറച്ച് കടയിൽ വിളിച്ച പക്ഷേ ബോട്ട് ലാസ്കറല്ലേ ഒരുപാട് സാധ്യതയുള്ളതാണ്. അതായത് കൊല്ലം ജില്ലക്കാരാണ് കൂടുതൽ അപ്ലൈ ചെയ്യാറ്. കാരണം അവിടെ ലൈസൻസ് കൊടുക്കുന്ന സ്ഥാപനമുള്ളൂ. ഇപ്പം നമുക്ക് ഏറ്റവും സൗകര്യമായിരിക്കുന്നത് നമ്മുടെ തൊട്ടഴീക്കൂട് ഇതിൻ്റെ കോസ്റ്റ് ഗാർഡിൻ്റെ ഈ ബോട്ട് ലാസ്കർ ലൈസൻസ് കൊടുക്കുന്ന 3 മാസത്തെ കോഴ്സുള്ള ഗവൺമെൻറ് അംഗീകൃത ലൈസൻസ് കൊടുക്കുന്ന സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്. വിദ്യാഭ്യാസ യോഗ്യത അതിന് 7ാം ക്ലാസ് പാസ്സായ ഏതൊരാൾക്കും അവിടെ ചെന്നിട്ട് യോഗ്യത നേടാം. ഒരുപാട് ഒഴിവുകളുണ്ട്. കിങ്കോയിലും വാട്ടർ ട്രാൻസ്പോർട്ട് അതോറിറ്റികളിലൊക്കെ തന്നെ ഒഴിവുകളുണ്ട്. ബോട്ടിൻ്റെ അതേപോലെ തന്നെ കപ്പലുകളിലൊക്കെ തന്നെ ഇതിൻ്റെ ലൈസൻസ് ഉപയോഗിക്കാവുന്നതാണ്. 3 മാസം ഉള്ള കോഴ്സാണ്. കൂടുതൽ ഒഴിവുകളുണ്ട്, സാധ്യത. ഇപ്പം നമ്മൾ വിളിച്ചിരിക്കുന്ന കമ്പനി ബോർഡിൻ്റെ ലാസ്റ്റ് ഗ്രേഡിൻ്റെ ലാസ്റ്റ് ലൈസൻസ് ഡിസംബർ 3-ാം തീയതിയാണ്. നേരത്തെ പറഞ്ഞ അസിസ്റ്റന്റ് ഡിഗ്രി ലെവലിൻ്റെ ഒക്കെ തന്നെ അത് 19-ാം തീയതി, നവംബർ മാസം 19-ാം തീയതി കഴിയും. പിന്നെ എക്സൈസിൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഹെവി ഡ്രൈവർമാരെ വിളിച്ചിട്ടുണ്ട്. ഈ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള നേരത്തെ പറഞ്ഞ 10ാം ക്ലാസ് പാസ്സായ ആളുകൾക്ക് എക്സൈസിൽ വളരെ സാധ്യതയുണ്ട്. കാരണം സ്വാഭാവികമായിട്ട് പല ഡ്രൈവർമാരും കണ്ടണം ഇതിന് അപ്ലൈ ചെയ്യില്ല. കാരണം നമ്മളെ ഒരു കൺഫർമേഷൻ കൊടുക്കൂല. പക്ഷേ എൻ്റെ അളിയൻ്റെ അനിയൻ വൈപ്പിൻകരയിൽ ബസ് ഓടിക്കുന്ന ആളായി. അപ്പം അളിയൻ നിർബന്ധിച്ച് അവനെ കൊണ്ട് അപ്ലൈ ചെയ്യിച്ചു. പിന്നെ അവൻ ബസ്സിൽ ഇറങ്ങിയിട്ട് പിന്നെ റിട്ടയർഡ് ആയത് നമ്മുടെ ഫയർഫോഴ്സിൽ ഓഫീസറായിട്ടാണ്. കാരണം നല്ല സ്കോപ്പാണ്. അവൻ പോലും വിചാരിച്ചില്ല ഇങ്ങനെ ഒരു ഉയരത്തിലെത്താൻ പറ്റുമെന്ന്. അപ്പോൾ വളരെയധികം ലൈസൻസിന് ഭയങ്കര വിലയുണ്ട്. എക്സൈസിനും നല്ല ഡിപ്പാർട്ട്മെൻറ്റാണ്. പ്രൊമോഷൻ സാധ്യത ഉണ്ടായിരുന്നു. നമ്മളുടെ ക്ലാസ്സുകൾ നേരത്തെ തന്നെ തുടങ്ങുന്നുണ്ടല്ലോ. PG കാളിൽ പഞ്ചായത്തിൻ്റെ
11,000 രീതികളായാലും തുടരുന്നുണ്ടല്ലോ ഞായറാഴ്ച ക്ലാസ്സുകൾ. ബോട്ട് ലാസ്കറിന്റെയോ ഡ്രൈവറിന്റെ ഒക്കെ പ്രത്യേകതയായിട്ട് അതിന് കോമൺ ആണ് അവർക്ക്. ഈ ലാസ്കറിന്റെ ഒക്കെ തന്നെ പഴയ ലാസ്റ്റ് ഇയറിന്റെ സിലബസ് ആണ് അതിന്റെ അത് അപ്ലൈ ചെയ്യുന്നത്, എല്ലാ പരീക്ഷയ്ക്കും എല്ലാ common. പരീക്ഷയ്ക്കും. അതേപോലെ തന്നെ മറ്റേ ഡിഗ്രി ലെവലുള്ള ക്ലാസ്സാണ്. അപ്പൊ നമ്മുടെ ക്ലാസ് ഇപ്പോഴും തുടരുന്നുണ്ട്. അപ്പൊ ആളുകൾക്ക് ഫ്രീ ആയിട്ട് തന്നെ നമ്മുടെ ക്ലാസ്സിൽ വന്നിട്ട് പിന്നെ ഞായറാഴ്ച കൂടാതെ നമ്മുടെ പള്ളി വളവിലെ ഡെയിലി ക്ലാസ് ഉണ്ടല്ലോ, അത് ഡിസ്കഷൻ അല്ലേ, അത് ഗ്രൂപ്പ് ഡിസ്കഷൻ. റെഫറൻസ് ഉണ്ട്. അത് കൂടുതൽ സൗകര്യം ചെറിയ ലൈബ്രറിയും ഒക്കെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിന്റെ. കമ്പൈൻ സ്റ്റഡി എല്ലാ ദിവസവും കണ്ടിന്യൂ ചെയ്യുന്നു. പിന്നെ വേറെ ഒന്നുള്ളത്, ഇപ്പൊ നമ്പറായി ഈ ഡിസംബർ മാസം നോട്ടിഫിക്കേഷനിൽ ഒരു പെരുമഴ ഉണ്ടാവും. ഒരുപാട് നോട്ടിഫിക്കേഷൻ കാരണം ഇയറെൻഡാണ് അത്. അപ്പൊ ഡിസംബറിൽ നോട്ടിഫിക്കേഷനിൽ ഇയറെൻഡിൽ മറ്റുള്ളവർക്കും തന്നെ കൂടുതൽ, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പൊക്കെ അടുത്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ ഉള്ള ഒഴിവുകൾ നിർത്താനുള്ള ഒരു പരിപാടിയുണ്ട്. നോട്ടിഫിക്കേഷൻ മാത്രമല്ല, അതിന്റെ പരീക്ഷ തന്നെ നിയമസഭാ ഇലക്ഷന് മുമ്പ് തന്നെ നടക്കും. തീർക്കുകയും നിയമനപരിപാടികളൊക്കെ ആരംഭിക്കും. അതുകൊണ്ട് ഒരു നോട്ടിഫിക്കേഷൻ പെരുമഴ തന്നെ പ്രതീക്ഷിക്കാം. ഇപ്പൊ പിടിച്ചിട്ടുണ്ടെങ്കിൽ ചൊവ്വന് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ട് ഇതേപോലുള്ള നോട്ടിഫിക്കേഷൻ ഒക്കെ സമയാസമയം ശരിക്കൊരു 4-5 മാസം ശരിക്ക് പഠിച്ചാല് ഒരു രാപ്പകലില്ലാണ്ട്, അതെ രാപ്പകലില്ലാണ്ട് ഒരു മുമ്പത്തെക്കാളും 4 മാസം, കാരണം maximum 5 മാസം. മറ്റേ വിദേശത്തേക്കൊക്കെ പോയി ഇതിന് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഒഴിവുകളൊന്നും ഒക്കെ വർദ്ധിച്ചിട്ടുള്ളൂ, കുറഞ്ഞിട്ടില്ല സംസ്ഥാനത്ത്. 2026 2026 നേരത്തെ പറഞ്ഞ സുലി പറഞ്ഞ പോലെ അവരെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരാക്കാൻ പറ്റും.